ഇത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ നട്ട ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിന് ഇത്രയും ഹൈറ്റായിട്ട് എൻ്റെ അത്രയും തന്നെ ഹൈറ്റ് പൊങ്ങിയിട്ടും കൂടി ഇതിന് ബ്രാഞ്ച് വരുന്നില്ല. കണ്ടില്ലേ, ഇത് 3 തൈയായിട്ടാണ് ഉണ്ടായിരുന്നത്. 3 തൈക്കും ഒറ്റ ബ്രാഞ്ച് വരാതെ ഇത് മേലോട്ട് കയറി പോകുമായിരുന്നു. അപ്പോൾ ഇതിന് മേൽവശം നുള്ളി വിട്ട് കഴിഞ്ഞപ്പം ഇത് കണ്ടോ, നമുക്കിത് ഈ ലീഫിൻ്റെ ഇടയിൽ കൂടി ഇതാ പുതിയ ബ്രാഞ്ച് പൊട്ടി വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം, ഇതാ ഇവിടെയും വരുന്നുണ്ട് ഓരോന്ന്, ഇതാ ഇതിലേയും വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ളൊരു മെയിനായിട്ടൊരു ശല്യമാണ് ഈ സീസണിൽ. എവിടെ നോക്കിയാലും ഈ അച്ചുകൾ മാത്രമേ ഉള്ളൂ. മരത്തേൽ ഫുള്ള് ഇത് തന്നെയാണ്. ഇത് നമ്മുടെ മലവേപ്പ് നട്ട് വെച്ചേക്കുന്നതിലാണ് നമ്മൾ കുരുമുളക് കയറ്റിയേക്കുന്നത്. മലവേപ്പിൻ്റെ ഇല ഫുള്ള് ഈ അച്ചുകളിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ കുരുമുളക് ചെടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇലയിലും തണ്ടയിലും മുഴുവൻ ഇത് നിറഞ്ഞിരിക്കുവാണ്. ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇതിന് നമുക്കതുപോലെ ഒരു ബ്രാഞ്ച് നുള്ളി വിട്ടതായിരുന്നു. അതുകൊണ്ട് ഇവിടെ പുതിയ ബ്രാഞ്ച് വരുന്നുണ്ട്. ഇവിടെ വന്നു, അത് പക്ഷേ കരിഞ്ഞു പോയി. ഇതിന് നമ്മളിങ്ങനെ വള്ളി വെച്ച് കെട്ടി കൊടുക്കുകയാണ്. ഇത് കെട്ടി കൊടുക്കുന്നത് അധികം നമ്മൾ പ്ലാസ്റ്റിക് വള്ളിയൊന്നുമല്ല, നമ്മൾ പറമ്പിൽ ഇഷ്ടംപോലെ കാട്ടുവയർ കയറുന്നുണ്ട്. കാട്ടുവയറിൻ്റെ വള്ളി മുറിച്ചെടുത്തേച്ച് അത് വെച്ചാണ് കെട്ടി കൊടുക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മരം വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ് ടൈറ്റായി പോകും. അതിൻ്റെ തണ്ട് മുറിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളിത്തരം പുല്ലിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരം കാട്ടുപയറിന് എന്തെങ്കിലും വള്ളി വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. അതാകുമ്പോൾ മരം വലുതാവുന്നതനുസരിച്ച് ഈ വള്ളി നശിച്ചു പോവുകയും ചെയ്തു, പ്ലാന്റ് വേര് പിടിച്ച് വലുതാവുന്നതിനനുസരിച്ച്. നീ അവിടെയാണുള്ളത്. ഇതും അതുപോലെ വേറൊരു പ്ലാന്റാണ്. ഇതിലും 2 തണ്ടായിട്ടാണ് കയറിയിരിക്കുന്നത്. ആ 2 തണ്ടിലും ഒരാൾ പൊക്കത്തിൽ പൊങ്ങി കഴിഞ്ഞിട്ടും ഇതിന് ബ്രാഞ്ച് വരാതിരുന്നപ്പം ഞാനൊരു 2 ആഴ്ച മുന്നേ ഇതിൻ്റെ തണ്ട് നുള്ളി കൊടുത്തിരുന്നു മേൽവശം. അപ്പം മേൽവശം നുള്ളി കൊടുത്തതിനനുസരിച്ച് ഇവിടെ 1, 2, ഇവിടെ ഒരു കുഞ്ഞ് ബ്രാഞ്ച്, അങ്ങനെ 3 ബ്രാഞ്ച് അതിന് പൊട്ടി വരുന്നുണ്ട്. ഈ തണ്ടിനും അതുപോലെ തന്നെ ഇവിടെ ബ്രാഞ്ച് പുതിയതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിൽ നിറച്ചും അച്ചുകൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇലയുടെ അടിവശം മുഴുവൻ നോക്കിക്കേ. ഇത് മാറാൻ വല്ല മാർഗ്ഗം ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. മരത്തേലാണെങ്കിലും അതെ, ഫുള്ള് അച്ചുകൾ തന്നെയാണ്.